എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തേതൊരു ക്രിസ്മസ് സ്പെഷ്യലാണ്. മുട്ടയും മൈദയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന കേക്കിൻ്റെ റെസിപ്പിയാണെന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 3/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഈ ബൗളിലേക്ക് ചേർക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇനി ഇതിലേക്ക് ഒരു നുള്ള് കറുവപ്പട്ട പൊടിച്ചത്, അതേപോലെ തന്നെ ഒരു നുള്ള് ചുക്കുപൊടി. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ബാക്കിയുള്ള ചേരുവകൾ മിക്സ് ചെയ്തെടുക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ പാലെടുക്കാം. മധുരത്തിനായി 1 കപ്പ് മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പിലും കുറവായി സൺഫ്ലവർ ഓയിൽ കൂടി ചേർക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം മിക്സ് ചെയ്ത് വെച്ച ഗോതമ്പ് പൊടി ചേർക്കാം. കൂടെ തന്നെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും. ക്യാരറ്റ് വേണ്ട എന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് കൂടി ചേർക്കാം. ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാം. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ബാറ്ററിലേക്ക് 2 ടേബിൾ സ്പൂൺ കൂടി പാലൊഴിക്കാം. നന്നായി മിക്സ് ചെയ്യാം. മാവ് ഇതുപോലെ ലൂസായിരിക്കണം. കട്ടിയാണ് തോന്നുകയാണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ കൂടി ചൂടുപാലൊഴിക്കാം. ഇനി ഇതിലേക്ക് വാനില എസൻസ് കൂടി ചേർക്കാം. ഒരു ടീസ്പൂൺ മതിയാകും. മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ അധികം മധുരമൊന്നും ഉണ്ടാവില്ല. ഒരു മീഡിയം മധുരമേ ഉണ്ടാവുള്ളൂ. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർക്കാം. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിക്കാം. ട്രേയിലേക്ക് എണ്ണ തേച്ച ശേഷം ബേക്കിംഗ് പേപ്പർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് കുറച്ച് നട്ട്സ് കൂടി ചേർക്കാം. പ്രീഹീറ്റ് ചെയ്ത കുക്കറിലോ അല്ലെങ്കിൽ ഓവനിലോ വെച്ച് 40 to 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് റെഡി ആയിട്ടുണ്ട്. തണുത്തതിന് ശേഷം മുറിച്ചെടുക്കാം. പപ്പടക്കോല് കുത്തി നോക്കാം. മാവ് അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ല. കേക്ക് നന്നായി വെന്തിട്ടുണ്ട്. സൈഡുകളൊന്ന് ഇളക്കിയെടുക്കാം. ഇനി കേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കേക്ക് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായി കേക്കിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.